Ella contestants their favorite round and the favorite skit round coming up for you is Team VIP. ചായക്കടയുടെ സംഭവമാണ് ചെയ്യുന്നത്. ജൂവലറിയുടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ഞങ്ങൾ പുറകിലോട്ടായതുകൊണ്ട് ചായക്കട മതി തീരുമാനിച്ചു. തൊണ്ടേ വെള്ളി ഉണ്ടായിരുന്നു, അതെങ്കിലും പറ്റി അഡ്ജസ്റ്റ് ചെയ്തോളേ. ഞാനൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ എനിക്കത് ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ VIP ടീം അവരുടെ ഒരു ചെറിയ ചായക്കടയുടെ കൊണ്ട് വരികയാണ്. നല്ല പരിപ്പോടെയും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ഇതൊക്കെ മേടിച്ച് കഴിച്ച് വയറ്റിന് കേടാക്കരുത്, പക്ഷെ ചിരിക്കുള്ള വക ഉണ്ടാവും. ദേ വരുന്നു നിങ്ങളുടെ സ്വന്തം VIP. ശരി ശരി കാണാം. നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. എന്തായാലും കൊള്ളാം. സഹായിയേ, നീ ഇങ്ങോട്ട് വന്നു. എന്തോടാ ചെയ്യുന്നത്? നീ ഒന്നു പെങ്ങടെ മോനാ 2ാം ക്ലാസ്സിൽ സ്കൂൾ അടച്ചപ്പോൾ കൊണ്ട് നിർത്തിയതാ ഇവിടെ. ഇപ്പൊ 28 വർഷമായി എന്നെ സഹായിക്കാനായിട്ട്. സഹായിച്ച് അവൻ ഇങ്ങനായി, ഞാൻ ഇങ്ങനായി. ഇവിടെ അകത്ത് പോ, 2 ഗുണ്ടു എടുത്ത് നിന്നോട്ട് വന്ന് നിന്റെ വായെങ്കിലും അനങ്ങട്ടെ, അതെങ്കിലും പണിയായിട്ട്. ചെല്ലടാ. ഓ ദേഷ്യം, പോടാ അപ്പുറത്തോട്ട്. ചേട്ടോ. ഓ ചേട്ടോ. ആ എന്തോ പുട്ടുണ്ടാ? ആ പുട്ടുണ്ട്. കോഴിയുണ്ടാ? ആ കോഴിയുണ്ട്. ആക്കി കുറച്ച് പുട്ടെടുത്താ കോഴി കിട്ടോട്. വല്ല തേനക്കേടാ, തയ്യക്കടയായിട്ട് വന്നിരിക്കുക മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. കിണിക്കുകയാണോ നീ? അത് കേട്ട് നീ രസിക്കുക? നീ അത് കേട്ട് അവൻ അങ്ങനെ തയ്യക്കട തോന്നിട്ട് ഇങ്ങനെ ഇരിക്കും രാവിലെ വെറുതെ, ഒരു ജോലിയില്ല മനുഷ്യനെ കളിയാക്കാനായിട്ട്. അത് വല്ല ചെറുപ്പക്കാരിലാണ്, അവരും എല്ലാം പറയട്ടെ. നിങ്ങൾക്ക് എന്ത് ചെറുപ്പക്കാരനും 10-45 വയസ്സുണ്ടോ അവന്? ഡൈ ചെയ്തിരിക്കുമല്ലോ പെമ്പിള്ളേരെ കാണാൻ. ഇരിപ്പ് കണ്ട? ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ അണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വൃത്തിയായിട്ട പണങ്ങളൊക്കെ ഈ കടയിൽ നിർത്ത് കളയണമെന്ന്. എന്നാ കുടുംബസമേത ആൾക്കാർ വരികയല്ലേ അണ്ണ? ഇങ്ങനെയുള്ള അടിമാരുടെ പടമൊക്കെയാണ് ഇവിടെ എടുത്തോട്ട് ചെയ്യുന്നത്. നാണമില്ല അണ്ണന്? അപ്പൊ എന്റെ കട പൂട്ടിക്കാനായിട്ടിരിക്കുമോ നീ? എന്ത് ഈ പടമൊക്കെ ഉണ്ടായണ്ട ഇതൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നിനക്കറിയാവോ? ഇന്ന് ഇത് 7ാമത്തെ ചായ കുടിച്ചിട്ടിരിക്കുക. ഇനി ഇച്ചിരി കഴിയുമ്പോ പാല് ചോദിക്കും ഒരു ചായ. പിന്നെ കട അടയ്ക്കുമ്പോ എന്റെ കൂടെ വരത്തുള്ളൂ, അതുവരെ ഇവിടെ ഇരിക്കും. മോനൊക്കെ ഗൾഫിലല്ലേ, ഇതൊന്ന് കാണും. രണ്ടുമുള്ള മരിച്ചിട്ട് 18 വർഷമായി. കഷ്ടം, സങ്കടം കാണും. മകരമാസക്കുള്ളിരിൽ നിറഞ്ഞ മാറിൻ ചൂടി ഒളിക്കുവാനൊരു സൂപ്പറായിട്ട് പാട്ടൊക്കെ. അടിപൊളി പാട്ടാ. അടിപൊളി പാട്ടാ. എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആടാ. ആണല്ലേ? ഭയങ്കര ഇൻട്രസ്റ്റാ. പാട്ടുണ്ടോ? നീ കേൾക്കാൻ സാധ്യതയില്ല. അന്ന് ഞങ്ങളൊക്കെ ചെറുപ്പകാലമായിട്ടുന്ന സമയത്തുള്ള പാട്ടായി. അതായത് നല്ല കിടിലം, നല്ല വരികളാണ്. ഞാൻ പഠിക്കാം. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ. സംഭവം കേട്ടില്ലേ? കുളിക്കുവാനൊരു ഒരു തോന്നൽ രാവിൽ. ഈ മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൽ പാടുകള് അർത്ഥം മനസ്സിലാക്കാൻ പാടുള്ളൂ. അർത്ഥം മനസ്സിലാക്കി. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ ഒളിക്കുവാനൊരു തോന്നൽ രാവിൽ കിളിർത്തു നിൽക്കുന്നു. എല്ലാ പാട്ടിനും ഇവിടെ ഒരു പയ്യൻ നിന്നല്ലോ മറ്റേ ചായ ഒഴിക്കാൻ വേണ്ടി, ഒരു തമിഴൻ ചെറുക്കൻ. അതെവിടെ? അവനെ ഇവിടെ നിന്ന് പറ്റത്തില്ലടാ. ഇനി അവനെ അകത്ത് ജോലിക്കാക്കി. ഇവിടെ അവന്റെ കയ്യിലെല്ലാം ഭയങ്കര ചോറിയും ഇങ്ങനെ ആരെങ്കിലും കയറി വരുമ്പോഴേ കയ്യിൽ ഇങ്ങനെ ഇവിടുന്ന് ആഹാരം കഴിക്കും. അതുകൊണ്ട് അവനെ ഞാൻ അകത്തെ പണി കഴിപ്പിച്ചു. അപ്പൊ അകത്തൊന്നും പണി ഇപ്പൊ ഉഴുന്നവട ഉണ്ടാക്കുക. ഞാൻ അപ്പോഴേ പറയും നിങ്ങളെ കടയിൽ ഒരു വൃത്തിയില്ല. കഴിക്കാൻ പൊറോട്ട ആയി കാണും. സഹായിയേ, പൊറോട്ടയായി. ചൂടിറച്ചി എടുത്ത് ഇങ്ങനെ തിന്നും. അതിന്റെ വെപ്രാളം. ചെല്ലേ അകത്ത് പൊറോട്ട ഇറച്ചി. ചേട്ടോ എന്തോ ചേട്ടോ? ബ്രൂ കോഫി ഉണ്ടാ? ബ്രൂ കോഫി ഉണ്ട്. കൊല്ലത്തൊരു കടയിലും ഉണ്ടെന്ന് പറയണ. നീ അവിടെ പോയി കുടിയടാ. നീ എന്നോട് എന്തിനാ ശല്യം ചെയ്യുന്നത്? നിങ്ങൾ
അങ്ങോട്ടും ഇങ്ങോട്ടും അയലോക്കാരായിട്ട് ഇരിക്കുകയും ചെയ്യും. ഭയങ്കര വഴക്കും ആ വഴക്കും പയ്യാൻ അവൻ ഇതിനായിട്ട് ഇരിക്കട്ടെ, അതല്ലേ ശല്യം. അണ്ണാ ആ വടയില് കരിയേപ്പിലൊക്കെ ഇടും അണ്ണാ. കരിവേപ്പില ഇടും. ഈ കരിയേപ്പിലയുടെ കാര്യം പറഞ്ഞ ഒരു കാര്യം ഓർത്ത്, ഇപ്പം കരിയേപ്പില കൊണ്ട് തൈലം ഉണ്ടാക്കും. അപ്പോ ഇത് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഓ അപ്പോ ഇതിപ്പം കരിയേപ്പില ഉണ്ടല്ലേ തൈലം ഉണ്ടാക്കണം. ആഹാ. പിന്നെ ഈ തൈലം തേച്ച് കഴിഞ്ഞാൽ തലമുടി ഭയങ്കരമായിട്ട് നീണ്ടു വളർന്നു. ആണെന്ന് തലമുടി നരയ്ക്കത്തില്ലെന്ന്. ഈ അപ്പോ ഇതിരിപ്പോ എവിടെയാണ്? എവിടെയാണ്? അമേരിക്കയില്. അമേരിക്കയിലോ? പിന്നെ അണ്ണാ ഭയങ്കര സെറ്റപ്പ് അല്ലേ? ഈ അമേരിക്കയില് പോവാൻ എത്ര ദിവസം പിടിക്കും? 3 ദിവസം. 3 ദിവസം. പിന്നെ അപ്പൊ ഡൽഹി പോകാൻ ദൂരേ ഉള്ളല്ലേ? എന്ത് വല്യമ്മയുടെ മോൻ ഇങ്ങനെ ഡൽഹി ട്രെയിനിൽ പോയപ്പോ 3 ദിവസത്തെ യാത്രയായിരുന്നു പറഞ്ഞു. അത് ട്രെയിനിലെണ്ണ, ഇത് പ്ലെയിനില്. പ്ലെയിൻ? ഓ പ്ലെയിനില്. അണ്ണാ ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഭയങ്കര സെറ്റപ്പ് അല്ലേ? 2 ചിറകുണ്ട്. പിന്നെ അതിനകത്തിരിക്കുന്ന അത്ര സായിപ്പന്മാരാണ്. അതെയോ? ഭയങ്കര തണുപ്പെന്നാണ് പറയണത്. ഭയങ്കര തണുപ്പാ. ഈ അമേരിക്ക ചെന്നാലാ അവിടുത്തെ പ്രസിഡന്റ് ആരാണ്? ഒബാമ. പേരാണോ? എന്നാ പുള്ളിക്കൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മന്ത്രിമാരെ പോലെയൊന്നും അല്ല. ഭയങ്കര ശമ്പളമാണ്. ഒരു 100 എന്താ അതിനെ പറഞ്ഞ $1 എന്നാ കണ്ടൊക്കെയാണ് പറയാം. എന്തൊരു പുല്ലെങ്കിലായിട്ട് നമുക്ക് എന്താ വേണം? താമസിക്കാൻ വലിയ വീട്. പിന്നെ ഈ അമേരിക്കയുടെ അറ്റം എവിടെയാണ്? അമേരിക്കയുടെ അറ്റം എവിടെയാണ്? അമേരിക്കയുടെ അറ്റം എവിടെയാന്ന്? നോക്കിയേ കളിയാക്കും. പിന്നല്ലാതെ ഒരു കറിവേപ്പില തുടങ്ങിയതവൻ. ഇപ്പൊ അമേരിക്കയുടെ അറ്റം ഞാൻ കാണിക്കാൻ ഇവിടെ നിന്നുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ട് പോടെ ഇവിടുന്ന്. മുല്ലപ്പൂമ്പല്ലിലോ മുക്കൂത്തിക്കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി. ഞാൻ മയങ്ങി. എവിടെയാടാ മയങ്ങി? ആരെന്നറിയോ? ആരെ? കുട്ടപ്പ മേശിന്റെ മോളാണ്. അറിയാം. ഈ സാരി എനിക്ക് പരിചയമില്ല. പുതിയ സാരിയാന്ന് തോന്നുന്നു. അതാ മനസ്സിലായി. ഈ പെണ്ണിനെ നോക്കി അങ്ങനെ പറയില്ലേ? ഇല്ല. അണ്ണ ഇങ്ങനത്തെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെണ്ണ. ഇവിടെ ആരും ഒറ്റ ആണുങ്ങളെ മുഖത്ത് നല്ല പെണ്ണാണ്. നല്ല ഡീസന്റ് ആണ്. നല്ല ഡീസന്റ്. അവിടെ തൊട്ട് പോയപ്പോ ആരെങ്കിലും നോക്കിയാ? ഇല്ല. അങ്ങനെയൊന്നും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. എനിക്കറിയാതെ ഞാൻ ദിവസം കാണുന്നത് ഈ സാരി എനിക്ക് പരിചയം. പുതിയ സാരി അതല്ലേ എനിക്ക് പിടികിട്ടാഞ്ഞത്. എനിക്കറിയാവുന്ന ഒട്ടിയാ. അവിടെ നല്ല ഡീസന്റാ. നല്ല ഡീസന്റ്. ഇത് വഴി പോകുമ്പോ ഒരൊറ്റ ചെറുപ്പക്കാരുടെ മുഖത്ത് ആ പെണ്ണ് നോക്കത്തില്ല. സത്യം. ഒരു ചെറുപ്പക്കാരുടെ മുഖത്ത് അവിടെ നോക്കത്തില്ല. ഒരു ചെറുപ്പക്കാരൊന്നും സംസാരിക്കത്തുമില്ല. പക്ഷെ എല്ലാ ചെറുപ്പക്കാരുടെയും മൊബൈലിൽ എവിടെ സിനിമ ഉണ്ടെന്നാ പറയുന്നത്. സത്യം. അണ്ണാ പറഞ്ഞേ, നീ എവിടെ പോന്നെ? മൊബൈൽ എടുത്തില്ല. ഓ സിനിമ കാണുന്ന ആളാ അയാള്. അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു. അപ്പോഴാണ് എത്ര നമ്മളെ കണക്കൊന്ന് കൂട്ട്. എന്തൊക്കെയാ കഴിച്ചത്? ഞാൻ 4 പൊറോട്ട, 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു വട, ഒരു ചായ. 56. എന്തുകൊണ്ട് 56? എന്തിനു കണക്കാണ് പറയുന്നത്? കണക്കെന്ത് തെറ്റെന്ത്? എന്നാ ഞാൻ കഴിച്ചെന്താന്നറിയോ? 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. 56. അണ്ണ എന്തുകൊണ്ടാ പറയുന്നത്? അണ്ണന് കണക്കൊന്നും അറിയത്തില്ലേ? അണ്ണാ ഞാൻ കഴിച്ചെന്ന് വെച്ചാൽ 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. ഒരു ബീഫ് ഫ്രൈ അല്ലയോ? ഒരു ബീഫ് ഫ്രൈ. അപ്പൊ 46. അതെങ്ങനെ 46? പിന്നെ അണ്ണ എന്തുകൊണ്ടാ പറയുന്നത്? അണ്ണ കുറെ നാളായിട്ട് ഈ കട നടത്തുന്നില്ലേ? അണ്ണന് കണക്കൊന്നും അറിയത്തില്ല. നീ പറഞ്ഞ എഴുന്നേറ്റ് വന്നിട്ട് പറയണ ഇങ്ങോട്ട്. എന്റെ പൊന്നണ്ണ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. ഒരു വടയേ ഉള്ളല്ലേ? അതല്ലേ ഞാൻ അതാ 36. അണ്ണാ അതെങ്ങനെ 36 വരും അണ്ണൻ പറയുന്നത്? ഈ അണ്ണൻ എന്തോ പറയുന്നത്? എന്റെ നിർത്തി പറ. പെട്ടെന്ന് പൊന്നണ്ണ ഞാൻ കഴിച്ചത് 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. 26. അണ്ണ എന്തൊരു കണക്കാണ് ഈ പറയുന്നത്? എന്ത് അണ്ണ എന്നെ കൂടെ വെറുതെ കൺഫ്യൂഷൻ അടിപ്പിക്കുക. എന്ത് കണക്കാ പറയുന്നത്? അണ്ണ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പൊറോട്ട, 4 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. 16. അതെങ്ങനെ 16 ആവുന്നു? അണ്ണ കണക്കെന്ന് പറ വ്യക്തമായിട്ട്. പിന്നെ എന്തുവാണ് ചുമ്മാരി? അണ്ണ ഞാൻ കഴിച്ച നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അണ്ണ. അണ്ണ 4 പൊറോട്ട, വെറും 4 പൊറോട്ട. അവിടെ എനിക്ക് തെറ്റി. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. വെറും 4 ഒരു ബീഫ് ഫ്രൈ, ഒരു ചായ, ഒരു വട. വേറും വട ഇത്രേ ഉള്ളൂ. പിന്നെ 8 രൂപ. ഇപ്പോഴല്ലേ കണക്ക് റെഡിയായത്? എന്നാ 10 രൂപ ഉണ്ട്. 2 രൂപയുടെ കണക്കിട്ട് കേട്ടോ, ഞാൻ പിന്നീട് മേടിച്ചോളാം. ശരി ആയിക്കോട്ടെ. ഓ എന്ത് കറക്റ്റാ. പിന്നെ ഈ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് കണക്ക് കൂടെ മിസ്റ്റേക്ക് പറ്റിച്ച് നാണക്കേടായി പോയി. ആ 2 രൂപ മേടിക്കാതെ അയാൾ പോയി. എന്തിനും ഡീസന്റ്. പെട്ടെന്ന് ചോദിക്കുമ്പോ കണക്ക്. ഹലോ അണ്ണാ തുഷാര ബസ് പോയ അണ്ണാ. എന്തോ
തുഷാര ബസ് പോയാ? തുഷാര ബസ് പോയല്ലോ. ഓ ബസ്സാമ വന്നും പോയൊക്കെ ഇരിക്കും. നിങ്ങൾക്കെന്ത്? എന്തൊരു നാശമാന്ന് പറയടാ ഇത്. ഇവൻ എന്നെ പറ്റിക്കാനാണ് നടക്കുന്നല്ലോ. കഴിക്കാൻ എന്താണ് കഴിക്കാൻ ഫുഡ് ഉണ്ട് അകത്തോട്ട്. ഡീസന്റ് പാർട്ടിയായിരുന്നു അവൻ. വീറും വൃത്തിയായിട്ട് സഹായിയേ. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ മേനി ഒന്ന് മറച്ച് നിൽക്കാൻ. പറഞ്ഞത് വീറും വൃത്തിയായിട്ട് നിൽക്കാത്ത എന്താണ്? ഒരു ചണച്ചാക്കെങ്കിലും മാറി നിന്റെ പുറത്ത് നിന്നിട്ടാ. ഇതൊന്ന് മറയട്ടെ. ഇതൊന്നും ഓഫീസറാന്ന് തോന്നുന്നു. എന്താ മൂന്ന് വച്ചാൽ മതിയല്ലോ നിനക്ക്. എവിടുന്ന് നാശം പിടിക്കാൻ. എന്തോ കഴിച്ചു? 5 പൊറോട്ട, 5 പൊറോട്ട, ബീഫ് ഫ്രൈ, 2 ഏത്തപ്പഴം. 46 ആളാണ്. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വൃത്തിയില്ല. വിളമ്പാൻ നിൽക്കുന്ന ആളെന്തോ അത് പുള്ളി കുളിക്കത്തൊന്നും. അയ്യോ ഞാനത് ഞാൻ ഇങ്ങോട്ട് വരാം. എന്താണ് ഇതെന്തോ അണ്ണ ഇത്? ഈ പാത്രത്തിലാണോ ചായ അടിക്കുന്നത്? എന്റെ പൊന്ന് സുഹൃത്തെ, ഇത് കേസായി കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കുമെന്നറിയോ? കേസോ? ഇതൊക്കെ കേസായി കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കുന്നു? കാരണം ഇതൊരു ഹോട്ടലല്ലേ, അതെ, വ്യവസായ സ്ഥാപനം തന്നെ. അതെ. ആൾക്കാർക്ക് ആഹാരം കൊടുക്കുമ്പോൾ വൃത്തിയും ഒരു വെടുപ്പൊക്കെ വേണം. സത്യം എനിക്ക് സാറേ ഇത് ഡിപ്പാർട്ട്മെന്റ് എന്താ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഞാൻ പറയാം. ഈ പാത്രത്തിന് എന്തോ അടയത്? ഇതെന്തോ സ്പൂണാ? സ്പൂണ് എടുക്കണോ? സാറേ പ്രശ്നമൊന്നും ഉണ്ടായി സാറേ. അല്ല അതെന്തോ സംഭവം ഇല്ല ഇരിക്കുന്ന എന്റെ പൊന്ന് സുഹൃത്തെ. ഇതെന്തുവാ ഇത്? ഇതൊക്കെ ഇത്തിരി വൃത്തി. ഇതിലല്ലേടോ താൻ ആരെ കൊടുക്കുന്നത്? ചായ അടിക്കുന്ന ഗ്ലാസ് ചായ. തന്റെ കണ്ണില് തനിക്ക് കണ്ടുകൂടെ ഇത്? രക്ഷിക്കണം. ആ സ്പൂൺ എടുക്ക. എന്തുവാടോ ഇത്? ഇത് കേസായി കഴിഞ്ഞാൽ തന്റെ ഈ കച്ചവടവും തന്റെ എല്ലാം നിർത്തും. ഉള്ള കേസ് ഞാൻ പറയാം. അത് പറക്കിയിട്. അതെല്ലാം വാരിയിട്. എല്ലാം വാരിയിട്. ആ കുട്ടയ്ക്കകത്ത് വാരിയിട്. പറക്കിയിടറോ. ഇത് കേസ് ഇവിടം വരെ പോയി നിൽക്കുമെന്നറിയോ? ഇവിടെ താൻ വേസ്റ്റ് ഒന്നും കളയാറില്ല. എടുക്കണോ? അത് ഇടറോ. പയ്യനെ എടുക്ക്. എല്ലാം കൂടെ വാരി അതിന്റെ അകത്ത്. പരമ കഷ്ടം തന്നെ. എടുക്ക. പ്രശ്നമാക്കല്ലേ സാറേ. തലയിൽ വൈ. സാർ ഇത് ഇവിടെ കൊണ്ടുവന്നു സാറേ. പൈസ അല്ലേ, ഇതെല്ലാം കഴുകിത്തരാം.